സമയം പ്രിയമുള്ളവരെ, ആഗമനകാലത്തിലെ 4-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. യേശുവിൻ്റെ തിരുപ്പിറവിക്ക് ഏറ്റവും അടുത്ത് ഒരുങ്ങുന്ന ഈ ആഴ്ച ക്രിസ്മസിൻ്റെ സന്തോഷം നമ്മൾ മുൻകൂട്ടി അനുഭവിക്കുന്ന ആഴ്ചയാണ്. അതുകൊണ്ട് വയലറ്റ് തിരികളോടൊപ്പം ഒരു റോസ് കളറിലെ തിരി കൂടി നമ്മൾ അഡ്വെൻറ്റ് കാൻഡിൽ കത്തിക്കുന്നു. അതിൻ്റെ അർത്ഥം ക്രിസ്മസിന് വേണ്ടി നമ്മൾ പശ്ചാത്താപവും പരിഹാരവും ഉപവാസ പ്രവൃത്തികളും നോൻപുമൊക്കെ അനുഷ്ഠിച്ച് ഒരുങ്ങുന്ന നമുക്ക് തിരുപ്പിറവിയുടെ സന്തോഷം ഈ അവസാനത്തെ ആഴ്ചയിൽ മുൻകൂട്ടി ലഭിക്കുന്നുവെന്നുള്ളതിൻ്റെ പ്രതീകമാണ്. യേശുവിൻ്റെ തിരുപ്പിറവിയുടെ സന്തോഷം നമ്മളെല്ലാവരുടെയും മാനസങ്ങളിൽ വന്ന് നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ തിരികൾ കത്തിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ആഗമനകാലത്തിലെ 4-ാം ആഴ്ചയിൽ നമ്മൾ പ്രവേശിക്കുന്നു. ഈ ആഴ്ചയിൽ തന്നെ തിരുപ്പിറവി മഹോത്സവം കൊണ്ടാടാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി നന്ദി ദൈവത്തോട് സമർപ്പിച്ചുകൊണ്ട് ഈ കൃതജ്ഞതാ ബലി നമുക്ക് അർപ്പിക്കാം. ഈ ഞായർ ബൈബിൾ ഞായറായിട്ട് കേരള സഭ ആചരിക്കുകയാണ്. ആണ്ടുവട്ടത്തിൽ വർഷത്തിൽ ഒരു ഞായർ പ്രത്യേകം ബൈബിൾ ഞായറായിട്ട് ആചരിക്കണമെന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് കേരള സഭ ഈ ഞായർ ഇന്നാണ് ബൈബിൾ ഞായറായിട്ട് ആചരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം
നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. പാദങ്ങൾക്ക് വിളക്കും പ്രകാശവുമായി ഈ വചനം നമ്മിലേക്ക് കടന്നു വരാനും വചനത്തെ ഹൃദ്യമായി സ്നേഹിക്കാൻ, വചനത്തോട് സജീവവും ഹൃദ്യവുമായ ഒരു സ്നേഹം നമ്മളിൽ വളർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുബലിയിൽ നമുക്ക് പങ്കുചേരാം. നമ്മുടെ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് അനുതപിച്ച് നമുക്ക് നമ്മളെ തന്നെ ഈ ബലിയർപ്പണത്തിന് ഒരുക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മാനസങ്ങളിൽ അങ്ങേ കൃപ ചൊരിയണമേ. മാലാഖയുടെ സന്ദേശത്താൽ അങ്ങേ പുത്രനായ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യത്താൽ അവിടുത്തെ പീഡാസഹനവും കുരിശുമരണവും വഴി ഉയിർപ്പിൻ്റെ മഹത്വത്തിലേക്ക് നയിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. സാമുവേലിന്റെ 2-ാം പുസ്തകത്തിൽ നിന്ന്. ദാവീദ് രാജാവ് കൊട്ടാരത്തിൽ വസിക്കുകയും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് കർത്താവ് അവന് സ്വസ്ഥത നൽകുകയും ചെയ്തു. അപ്പോൾ അവൻ നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, നോക്കൂ, ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ ഞാൻ വസിക്കുന്നു. ദൈവത്തിൻ്റെ പേടകമോ കൂടാരത്തിലിരിക്കുന്നു. നാഥാൻ പ്രതിയോജിച്ചു, യുക്തം പോലെ ചെയ്തു കൊള്ളുക, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. എന്നാൽ ആ രാത്രി കർത്താവ് നാഥാനോട് അരുളി ചെയ്തു, എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചിൽ സ്ഥലത്ത് നിന്ന് എടുത്ത് എൻ്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ഞാൻ നിയമിച്ചു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെയുണ്ടായിരുന്നു. നിന്റെ മുൻപിൽ നിന്റെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു. ഭൂമിയിലുള്ള മഹാന്മാക്കളെ പോലെ നിന്നെ ഞാൻ മഹാനാക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. അവർ ഇനിയും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന്
ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ചാക്കുന്നതിന് മുൻപുള്ള കാലത്തെ പോലെ ദുഷ്ടന്മാർ അവരെ ഇനി പീഡിപ്പിക്കുകയില്ല. ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശാന്തി നൽകും. നിന്നെ ഒരു വംശമായി വളർത്തുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവെ, കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രവർത്തിക്കും. കർത്താവെ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. കർത്താവെ, കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഒരു ഉടമ്പടി ഉണ്ടാക്കി. എൻ്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു, നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും. നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും. കർത്താവെ, കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കുന്നു. അവൻ എന്നോട് എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശിലയും അവിടുന്നാണ് എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും. എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും. അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. കർത്താവെ, കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 16-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. സഹോദരരെ, എൻ്റെ സുവിശേഷമനുസരിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. യുഗായുഗാന്തരങ്ങളായി നിഗൂഢമായിരിക്കുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. സർവജ്ഞനായ ആ ഏക ദൈവത്തിന് യേശുക്രിസ്തു വഴി എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര്
മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്റെ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. കൽപ്പസമീരിക്കാം. ഇന്നൊരു ഇടയലേഖനം വായിക്കുവാനുണ്ട്. ബൈബിൾ ഞായറുമായിട്ട് ബന്ധപ്പെട്ട് KCBC ഇറക്കുന്നതാണ്. 2020 ഡിസംബർ 20 ബൈബിൾ ഞായർ KCBC ബൈബിൾ കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന സർക്കുലർ. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ആഹ്വാനപ്രകാരം ദൈവവചനത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മാസമാണല്ലോ യേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഡിസംബർ. ദൈവവചനത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ നമ്മെ സഹായിക്കുന്നതാണ് കേരള സഭയുടെ വചന പാരായണ മാസാചരണം. സഭാ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്താൻ ആരാധനാ വത്സരത്തിലെ ഒരു ഞായർ വചന ഞായറായി ആഘോഷിക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അപ്പേരിയൂത്ത് ഇല്ലിസ് എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് 2020 ഡിസംബർ 20 ബൈബിൾ ഞായറായി കേരള സഭ ആചരിക്കുന്നു. ക്രൈസ്തവ വിശ്വാസികൾ അവരുടെ ജീവിതം ദൈവവചനത്താൽ പുഷ്ടിപ്പെടുത്തണമെന്നാണ് സഭ ഇതുവഴി ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ജെറോമിൻ്റെ ബൈബിൾ ആഭിമുഖ്യവും സഭയും. ബൈബിൾ പണ്ഡിതനായ വിശുദ്ധ ജെറോമിൻ്റെ 1600-ാം മരണവാർഷികം ആചരിച്ച ഈ കഴിഞ്ഞ സെപ്റ്റംബർ 30-ാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ ലിഖിതത്തോടുള്ള ഭക്തി എന്ന അപ്പസ്തോലിക സന്ദേശം നൽകുകയുണ്ടായി. എഴുതപ്പെട്ട ദൈവവചനത്തോടുള്ള വിശുദ്ധന്റെ സജീവവും ഹൃദ്യവുമായ സ്നേഹം പിഞ്ചെല്ലാൻ ഈ ലേഖനത്തിൽ പരിശുദ്ധ പാപ്പ സഭാ സമൂഹത്തെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവിനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിരന്തരം അന്വേഷിക്കുകയും അതുവഴി അറിയുകയും ചെയ്ത ഈ വിശുദ്ധന്റെ വിശുദ്ധ ലിഖിതത്തോടുള്ള സ്നേഹം ഒരു മഹാനദി പോലെ ഒഴുകുകയും അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളെല്ലാം പരിപോഷിപ്പിക്കുകയും ചെയ്തു. സഭാ സമൂഹത്തിന് ഇന്നും പ്രചോദനമേകുന്നവയാണ് വിശുദ്ധ ജെറോമിൻ്റെ ജീവിതത്തിലെ പല നിർണായക ചുവടുവയ്പ്പുകളും
സംഭവങ്ങളും. AD 386 മുതൽ പാലസ്തീനായിൽ ഒരു ഗുഹയിൽ താമസിച്ച അദ്ദേഹം ബെത്ലഹേമിലെ തിരുപ്പിറവി ഗ്രോട്ടോയുടെ സമീപം 2 ആശ്രമങ്ങൾ സ്ഥാപിക്കുകയും ഈ സമൂഹങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥ വായനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. വിശുദ്ധ ഗ്രന്ഥം മൂലഭാഷയിൽ തന്നെ വായിക്കണമെന്ന് താൽപ്പര്യപ്പെട്ടിരുന്ന അദ്ദേഹം സങ്കീർത്തനങ്ങൾ ഇബ്രു ഭാഷയിൽ ആലപിക്കാൻ താൻ സ്ഥാപിച്ച ഈ സമൂഹങ്ങളെ സഹായിച്ചിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ശ്രദ്ധാപൂർവമായ ശ്രവണം വഴിയാണ് തന്നെ മനസ്സിലാക്കുന്നതും ദൈവത്തിൻ്റെയും സഹോദരീ സഹോദരന്മാരുടെയും മുഖം കണ്ടെത്തുന്നതുമെന്ന് വിശുദ്ധ ജെറോമിന് ബോധ്യമുണ്ടായിരുന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഗ്രഹിക്കാതെ ദൈവത്തോടുള്ള സ്നേഹം ഉറവെടുക്കുകയില്ല. ഹൃദയത്തിൽ നിറയുന്ന ഈ സ്നേഹമാണ് ക്രൈസ്തവ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നത്. വിശുദ്ധ ലിഖിതങ്ങളിൽ സഭയെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവവചനത്തോടുള്ള തീവ്രമായ സ്നേഹമാണ് വിശുദ്ധ ജെറോമിൻ്റെ ആധ്യാത്മികതയുടെ പ്രത്യേകത. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണെന്ന് പറയുന്ന ഈ വിശുദ്ധൻ ക്രിസ്തുവിനെക്കുറിച്ച് അറിയാൻ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ആവശ്യമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് തന്നെക്കുറിച്ചുള്ള രഹസ്യം വിശദീകരിക്കാൻ ക്രിസ്തു സങ്കീർത്തനങ്ങളെയും പ്രവാചകരെയും ഉദ്ധരിക്കുന്നത് നാം കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ ശിഷ്യപ്രമുഖരായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും പ്രഘോഷണങ്ങളും പഴയ നിയമത്തിൽ വേരുറപ്പിച്ചവയായിരുന്നു. പഴയ നിയമ ക്യാൻവാസിൽ മാത്രമേ മരണോത്ഥാനങ്ങളിൽ വെളിപ്പെടുന്ന ക്രിസ്തുവിനെ ആഴത്തിൽ അറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നാം വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ വായിക്കുകയെന്ന ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. വിശുദ്ധ ഗ്രന്ഥ പഠനത്തിന് വിശുദ്ധ ജെറോം വലിയ പ്രാധാന്യം നൽകിയിരുന്നു. ദൈവവചനം ഗ്രഹിക്കാൻ വ്യക്തിപരമായ പരിശ്രമം ആവശ്യമാണ്. എന്നാൽ അതോടൊപ്പം മുദ്രവയ്ക്കപ്പെട്ടതുപോലെയുള്ള വിശുദ്ധ ലിഖിതത്തിലെ സന്ദേശമായ ക്രിസ്തുവിനെ അറിയാൻ അവിടുന്ന് തന്നെ മുദ്രകൾ തുറക്കണമെന്നും വെളിപാട് 5:1-10 വരെ നാം അറിയണം. ഉന്നതങ്ങളിൽ നിന്ന് മാത്രമേ അതിലെ കൃപാവർഷം നമുക്ക് വെളിപ്പെടുത്തി കിട്ടുകയുള്ളൂ. വിശുദ്ധ ഗ്രന്ഥവും ലിറ്റർജി എന്ന വാക്കിൻ്റെ അർത്ഥം ആരാധനാക്രമം എന്നാണ്. നമ്മുടെ കുർബാന മറ്റ് കൂദാശകളുടെ അനുഷ്ഠാനത്തെയൊക്കെ ആണ് നമ്മൾ ലിറ്റർജി എന്ന് പറയുക. ദൈവവചനത്തിൻ്റെ ഭവനം സഭയായതിനാൽ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ ലിറ്റർജിക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് ബെനഡിക്റ്റ് 16 പാപ്പ കർത്താവിൻ്റെ വചനം എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ പറയുന്നു. വിശുദ്ധ ഗ്രന്ഥവും ലിറ്റർജിയുമായുള്ള ബന്ധം സഭാസമൂഹം കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവവചനവും ലിറ്റർജിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് 2ാം വത്തിക്കാൻ കൗൺസിൽ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയിൽ വിശദീകരിക്കുന്നുണ്ട്. അത് ഇവിടെ പ്രസക്തമാണ്. ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന സവിശേഷ പശ്ചാത്തലമാണ് ലിറ്റർജി. വിശുദ്ധ ലിഖിതങ്ങളിൽ സന്നിഹിതനായിരിക്കുന്ന ക്രിസ്തു തന്നെയാണ് ലിറ്റർജിയിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. ദൈവവചനത്തിൻ്റെ പൂർണ്ണവും തുടരുന്നതും കാര്യക്ഷമവുമായ അവതരണമാണ് ആരാധന ആഘോഷങ്ങൾ. വിശുദ്ധ കുർബാനയിലാണ് ദൈവവചന വായനയും
ലിറ്റർജിയും തമ്മിലുള്ള ബന്ധം അതിൻ്റെ പാരമ്യത്തിൽ എത്തുന്നത്. ആരാധന വത്സരത്തിൻ്റെ ലിറ്റർജിക്കൽ ഇയർ വിവിധ കാലങ്ങളിലൂടെ വിശുദ്ധ ലിഖിതം സജീവമായി പ്രഘോഷിക്കപ്പെടുകയും അതുവഴി സഭ രക്ഷാകര രഹസ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്നു. ആരാധന അനുഷ്ഠാനങ്ങളിൽ ദൈവവചനത്തോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക പ്രവർത്തനവുമുണ്ട്. വിശുദ്ധ ലിഖിത രചനയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ് അതിൻ്റെ സന്ദേശം ഓരോ വ്യക്തിയിലും ലിറ്റർജിയിലൂടെ എത്തിക്കുന്നത്. അതുവഴി ലിറ്റർജിയിൽ ദൈവവചനം കാലികവും സജീവവുമായ വചനമായി ആഘോഷിക്കപ്പെടുന്നു. വിശുദ്ധ ഗ്രന്ഥവും കേരള സഭയും വിശുദ്ധ ലിഖിതത്തോടുള്ള വിശുദ്ധ ജെറോമിൻ്റെ സജീവവും ഹൃദ്യവുമായ സ്നേഹം കേരള സഭയിൽ പ്രകടമാണെന്നത് ഏറെ അഭിമാനകരമാണ്. ദൈവവചനത്തോടുള്ള ആഭിമുഖ്യം പല തലങ്ങളിലായി ഇവിടെ ആഴപ്പെടുന്നുവെന്ന് പറയാം. കേരളത്തിലെങ്ങുമുള്ള വചന പ്രഘോഷണങ്ങളും ബൈബിൾ പഠന വേദികളും ആഗോളതലത്തിൽ തന്നെ പ്രശംസിക്കപ്പെടുന്ന ലോഗോസ് ക്വിസ് പോലെയുള്ള സംരംഭങ്ങളും സമ്പൂർണ്ണ ബൈബിൾ പാരായണവും ബൈബിളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സഭാധനരെ വളരെയേറെ സഹായിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ കൂടുതലായി അറിയാൻ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ വായിക്കണമെന്ന വിശുദ്ധ ജെറോമിൻ്റെ ഉപദേശമാണ് കേരള സഭ ഇവിടെ പിൻചെല്ലുന്നത്. വിശുദ്ധ ജെറോം സഭയ്ക്ക് പകർന്നു നൽകിയ മറ്റൊരു പാരമ്പര്യമാണ് വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനത്തിനുള്ള പ്രാധാന്യം. ഈ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് കേരള കത്തോലിക്ക മെത്രാൻ സമിതി ബൈബിൾ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഈ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു. എഴുതപ്പെട്ട ദൈവവചനം അതിൻ്റെ സംശുദ്ധിയിൽ ദൈവജനത്തിൻ്റെ പക്കൽ എത്തണമെന്ന ആഗ്രഹത്തോടെയാണ് 1981 POC പുറത്തിറക്കിയ മലയാളം ബൈബിൾ വീണ്ടും മൂലഭാഷകളുമായി ബൈബിൾ വിജ്ഞാനീയത്തിലെ പുതിയ ഉൾക്കാഴ്ചകളുടെ വെളിച്ചത്തിൽ ഒത്തുനോക്കി പരിഷ്കരിക്കാൻ ബൈബിൾ കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമ പരിഷ്കരണം ബൈബിൾ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പരിഷ്കരണം പൂർത്തിയാക്കിയ പുതിയ നിയമം ഹ്രസ്വ വ്യാഖ്യാനങ്ങളും കുറിപ്പുകളുമായി പഠന ബൈബിളായി POCയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു. വിശുദ്ധ ഗ്രന്ഥ പഠനത്തിന് ഊന്നൽ നൽകണമെന്ന വിശുദ്ധ ലിഖിതത്തോടുള്ള ഭക്തി എന്ന സന്ദേശത്തിലെ ഫ്രാൻസിസ് പാപ്പായുടെ ആഹ്വാനം ഉൾക്കൊണ്ട് വചന പഠന വേദികളിലും പ്രാർത്ഥന കൂട്ടായ്മകളിലും ബൈബിൾ കമ്മീഷന്റെ ഈ പുതിയ നിയമ പഠന ബൈബിൾ ഉപയോഗിക്കാൻ ഏവരും താല്പര്യമെടുക്കണം. പഠന ബൈബിൾ ആയിട്ട് സ്റ്റഡി ബൈബിൾ എന്നും പറഞ്ഞൊരു പുതിയ എഡീഷൻ ഇറക്കിയിട്ടുണ്ട്. അതിൽ ബൈബിളിൽ ഭാഗത്തിൻ്റെ വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ട്. അത് നമ്മൾ വാങ്ങിച്ച് നമ്മുടെ വീടുകളിൽ ഒരു കോപ്പി സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ദൈവവചന പഠനത്തിന് മൂലഭാഷകളായ ഗ്രീക്കും ഹീബ്രുവും ഓടുള്ള പരിചയം അനിവാര്യമാണെന്ന് വിശുദ്ധ ജെറോം പറയുന്നുണ്ട്. ഞാനൊരു പുരോഹിതനായിരുന്നെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം ആഴത്തിൽ മനസ്സിലാക്കാൻ ഹീബ്രു ഗ്രീക്ക് ഭാഷകൾ പഠിക്കുമായിരുന്നു എന്ന വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ തീക്ഷ്ണതയും സഭാസമൂഹത്തിന് മാതൃകയാണ്. മൂലഭാഷയിൽ വചനം വായിക്കാൻ സഹായകമാണ് ബൈബിൾ സൊസൈറ്റിയുടെ പുതിയ സംഭാവനയായ മലയാളം ഗ്രീക്ക് പുതിയ നിയമം ഇന്റർലീനിയർ. ആ പുതിയ എഡിഷനിൽ മലയാളത്തിലെ ബൈബിൾ ഒരു വരി എഴുതും, അടുത്തത് ഗ്രീക്കിൽ അതിൻ്റെ വരി. അങ്ങനെ നമുക്ക് ഗ്രീക്കും മലയാളവും തമ്മിൽ താരതമ്യം ചെയ്ത് പഠിക്കാം. അതാണ് ഇന്റർലീനിയർ ഗ്രീക്ക്, മലയാളം ഗ്രീക്ക് ഇന്റർലീനിയർ ബൈബിൾ എന്ന് പറയുന്നത്.
ഹീബ്രു ഗ്രീക്ക് ഭാഷകൾ ലളിതമായ രീതിയിൽ പഠിക്കാനുള്ള പഠന ഗ്രന്ഥങ്ങളും ബൈബിൾ സൊസൈറ്റി പുറത്തിറക്കിയിട്ടുണ്ട്. മതപഠന ക്ലാസ്സുകളിൽ ഈ ഭാഷകൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു തുടക്കമായിരിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനും ആത്മീയമായ ശക്തി സംഭരിക്കാനും സഹായിക്കുന്നതാണ് ദൈവിക വായന. ദൈവോചന ഭാഗങ്ങൾ വായിച്ച് ധ്യാനിക്കുക എന്നതാണ്. ബൈബിൾ ഈ ഡിവൈൻ ലെക്സിയോ ദിവീന, അതായത് ദൈവിക വായന എന്ന പാരമ്പര്യം, അതിൽ 5 പടികളാണ്. ഒന്ന്, ബൈബിൾ വായിക്കുക, ബൈബിളിനെ അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുക, അതിനെ ചേർത്ത് പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക, പിന്നെ അത് പ്രവർത്തിക്കുക. അങ്ങനെ 5 പടികളുള്ള ഒന്നാണ് ഈ ദൈവിക വായന അഥവാ ഡിവൈൻ റീഡിംഗ്, ലെക്സിയോ ദിവീന എന്ന് പറയുന്നത്. കോവിഡ് പടർന്നു പിടിച്ച ഈ നാളുകളിൽ കുടുംബങ്ങളിൽ കൂടുതൽ വായിക്കപ്പെടുന്നത് ബൈബിളാണെന്നത് ഏറെ സന്തോഷകരമാണ്. വചന പാരായണ മാസമായ ഡിസംബറിൽ ഇടവകകൾ നേതൃത്വം കൊടുത്ത് വീടുകളിൽ അഖണ്ഡ ബൈബിൾ പാരായണം സംഘടിപ്പിക്കുന്നത് ഉചിതമായിരിക്കും. നിരവധി രൂപതകളും സംഘടനകളും വ്യക്തികളും ഈ സമയത്ത് ബൈബിൾ അധിഷ്ഠിത ഓൺലൈൻ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുവെന്നത് സന്തോഷത്തോടെ അനുസ്മരിക്കുന്നു. വിശുദ്ധ ജെറോമിനുണ്ടായിരുന്നത് പോലെ സജീവവും ഹൃദ്യവുമായ സ്നേഹം ബൈബിളിനോട് പുലർത്താൻ സഭാവിശ്വാസികളേവരെയും സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്തുകൊണ്ടും ക്രിസ്മസിൻ്റെ ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ടും ബിഷപ്പ് റൈറ്റ് റെവറൻഡ് ഡോക്ടർ ജെയിംസ് ആനാപറമ്പിൽ, ചെയർമാൻ KCBC ബൈബിൾ കമ്മീഷൻ, ബിഷപ്പ് മാർ ജേക്കബ് മനത്തോടത്ത്, വൈസ് ചെയർമാൻ KCBC ബൈബിൾ കമ്മീഷൻ, ബിഷപ്പ് തോമസ് മാർ യൗസെബ്യൂസ്, വൈസ് ചെയർമാൻ KCBC ബൈബിൾ കമ്മീഷൻ. 2020 ഡിസംബർ 20 ഞായറാഴ്ച ഈ സർക്കുലർ കേരളത്തിലെ സീറോ മലബാർ, ലത്തീൻ, മലങ്കര കത്തോലിക്ക സഭകളിലെ എല്ലാ ദേവാലയങ്ങളിലും വായിക്കുകയും ഇത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ബൈബിൾ ഞായറിൻ്റെ ആചരണം, ബൈബിളിനോടുള്ള താല്പര്യം, സ്നേഹം വർദ്ധിപ്പിക്കുക, മുടങ്ങാതെ ബൈബിൾ വായിക്കുക നമ്മുടെ ഒരു ദിനചര്യയുടെ ഒരു ഭാഗമാകണം. ഏതെങ്കിലും ഒരു സമയത്ത് ബൈബിൾ ഒരു 10-15 മിനിറ്റെങ്കിലും നമ്മൾ ബൈബിൾ വായനയ്ക്ക് വിനിയോഗിക്കുക. അത് ഒരല്പസമയം ധ്യാനിക്കുക. അത് വലിയൊരു അനുഭവമായിരിക്കും. ആ രീതിയിൽ കൂടുതൽ ബൈബിൾ പഠിക്കുവാൻ ഈ മാസാചരണം നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ബൈബിൾ പാരായണ മാസമായി ഡിസംബർ മാസം, അതിനുള്ള ഒരു പ്രചോദനം നമുക്ക് നൽകണം. നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതൽ ബൈബിൾ വായിക്കാൻ, അവരെ കൊണ്ട് എല്ലാ ദിവസവും ബൈബിൾ വായിപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധയെടുക്കുക. അതുവഴി അവരുടെ ജീവിതത്തിൽ തന്നെ ഒത്തിരി നന്മ പ്രകാശിപ്പിക്കാൻ സാധിക്കും. അതിനുള്ള അനുഗ്രഹം ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിശ്വാസ പ്രമാണം ഉറക്കെ പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവ് ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനുകൾ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകനുമായ അവിടുന്ന് വഴിയായി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരാൾക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുത്തെ സ്വർഗത്തിൽ നിന്ന് തലകുമ്പിട്ടുകൊണ്ട് പരിശുദ്ധാത്മാവാൽ കന്യാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തേക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. കർത്താവ് ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും
പ്രവാചകന്മാർ വഴി സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജാതസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഈ സ്നേഹബലി അർപ്പിക്കുന്ന നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ ജെയിംസ് പിതാവിനെയും മറ്റെല്ലാ അജപാലകരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ആത്മീയ പിതാവായ ആന്റണി ടോപ്പോളച്ചനെയും ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെയും പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന് പ്രഘോഷിച്ച ശിമിയോനെ പോലെ യേശുവിൻ്റെ പിറവി തിരുനാളിനായി ഒരുങ്ങുന്ന ഞങ്ങൾക്ക് യേശുവിനെ കാണുവാനും അവിടുത്തെ വചനം അനുസരിച്ച് ജീവിക്കുവാനും ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനുള്ള കൃപ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ കൽപ്പിച്ച യേശുനാഥ, വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന എല്ലാവരെയും മാരക രോഗങ്ങൾക്ക് അടിമകളായി കഴിയുന്നവരെയും സുഖപ്പെടുത്തണമേ എന്നും ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന കൊറോണ എന്ന മഹാമാരി ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ദേശത്തു നിന്നും ലോകം മുഴുവനിൽ നിന്നും അകറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. യേശുനാഥ, പാപാന്ധകാരത്തിൽ കഴിയുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു ദുശീലങ്ങൾക്കും അടിമകളായി കഴിയുന്ന എല്ലാവർക്കും പാപബോധവും പശ്ചാത്താപവും നൽകി പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് യേശുവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത യേശുനാഥ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് അരുളി ചെയ്തുകൊണ്ട് തന്നെ തന്നെ ദൈവഹിതത്തിന് സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ കുടികൊള്ളുന്ന ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ സ്നേഹ സമൂഹങ്ങളെയും കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവ്യബലിക്ക് നേതൃത്വം വഹിക്കുന്ന 4ാം സ്നേഹ സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയെപ്പോലെ എളിമയും വിനയവുമുള്ള ഹൃദയം നൽകി അനുഗ്രഹിക്കണമെന്നും പരസ്പര സ്നേഹവും ഐക്യവും വളർത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും അധിനാഥനായ യേശുവേ, മരണം വഴി ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവിനെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിച്ച് സ്വർഗത്തിൽ അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നിയോഗങ്ങളും പ്രത്യേക നിയോഗങ്ങളും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ബൈബിൾ ഞായറാചരിക്കുന്ന ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി ബൈബിളിനോടുള്ള ദൈവവചനത്തോടുള്ള സജീവവും ഹൃദ്യവുമായ സ്നേഹം ഞങ്ങളിൽ വളർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഈ ഒരാഴ്ചത്തെ ഞങ്ങളെല്ലാ അധ്വാനങ്ങളും ഫലമണിയാൻ പണിയില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് ഈ ആഴ്ചയിൽ സമൃദ്ധമായ പണി ലഭിക്കാൻ, മത്സ്യബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് സമൃദ്ധമായ മത്സ്യസമ്പത്ത് ലഭിക്കാൻ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ പ്രത്യേകമായ നിയോഗങ്ങൾ സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ഈ കാണിക്കകളോടൊപ്പം സ്വീകരിക്കണമേ. അങ്ങയെ കൂടാതെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ലാത്ത ഞങ്ങൾക്ക് അങ്ങ് തന്നെ താങ്ങും തണലുമായിരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടല്ലണമേ. ആമേൻ.
ആത്മദാനമായി നൽകാനപ്പവും വീഞ്ഞും ആശീർവദിച്ചൊരാ കൈകളിൽ ഞങ്ങളെ പൂർണ്ണമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി ആത്മദാനമായി നൽകാനപ്പവും വീഞ്ഞും അപ്പവും വീഞ്ഞും ദാസർക്ക് പകരമായി കൈക്കൊള്ളണേ നീതിയോടി ബലി സ്വീകരിക്കണമേ ആത്മദാനമായി നൽകാനപ്പവും വീഞ്ഞും അന്ത്യഭോജനവേളയിൽ മാനവർക്കായി ഭാഗിച്ചു നൽകി നീ നിൻ ശരീരം ഞങ്ങൾക്ക് ജീവനായി നൽകി നിൻ രക്തം ഓർക്കുന്നു ഞങ്ങളീ ബലിവേദിയിൽ പ്രിയ സഹോദരരെ, നമ്മൾ അർപ്പിക്കുന്ന ബലി കാരുണ്യവാനായ ദൈവത്തിന് സ്വീകാര്യമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ വേണ്ടിയുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധ മറിയത്തിന്റെ ഉദരം തന്റെ ശക്തിയാൽ പരിപൂരിതമാക്കിയ പരിശുദ്ധാത്മാവ് അങ്ങേ ബലിപീഠത്തിൽ സമർപ്പിക്കപ്പെട്ട ഈ കാഴ്ചദ്രവ്യങ്ങൾ പവിത്രീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവും അത്രേ. സർവീസ പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും
യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. കന്യക മാതാവ് അവാച്യമായ സ്നേഹത്തോടെ അവിടുത്തെ സംവഹിച്ചു. സ്നാപക യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും അവിടുന്ന് ആഗതനായപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നവരുമായി കാണാനും തൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവ്വം ഒരുങ്ങുവാനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ആകയാൽ മലാഖമാരോടും പ്രധാന മലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങയുടെ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ചാണല്ലോ ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പിതാവായ അങ്ങയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ.
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളെ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുനാഥന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ സഭയെ ഓർക്കണമേ. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും മറ്റെല്ലാ മെത്രാന്മാരോടും വൈദിക ഗണത്തോടും സന്യാസികളോടും വിശ്വാസികളോടുമൊത്ത് അങ്ങയുടെ സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും മരിച്ചുപോയ നമ്മുടെ എല്ലാ ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യായുസ്സിൽ പങ്കുചേരുവാനും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. യേശുനാഥനെ സമർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന് പരമമായ ആരാധന നമുക്ക് സമർപ്പിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവം സ്നേഹപിതാവാണ്. തൻ്റെ ഏകജാതനെ നമുക്കായി അവതരിപ്പിച്ച ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളെ ഈ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളം അനുസരിച്ച് അങ്ങയുടെ സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം.
ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ കന്യക മറിയത്തിൽ നിന്ന് ജനിച്ച ദൈവപുത്രൻ. അവിടുത്തെ സ്നേഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുനാഥന്റെ ശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. വാഴുമെന്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തൂവെള്ളവോസ്തിയിൽ വാഴുമെന്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തുഷാരബിന്ദു പോലെ അനഘമാക്കണേ, തുഷാരബിന്ദു പോലെ അനഘമാക്കണേ. ഉമ്മയാൽ മൂടുമെന്റെ മാനസം, നാഥ ആരാധന, നാഥ
നറുപുഷ്പമേ ആഴിയേക്കാളാഴമേറും സ്നേഹമേ ബലിക്കൽവരിയും നറുപുഷ്പമേ കരുതുന്ന സ്നേഹമേ യേശുവേ കരുണകൻ വറ്റാത്ത ഉറവയേ കരുണകൻ വറ്റാത്ത ഉറവയേ ആരാധന നാഥ ആരാധന പാടാമാരാധന നിത്യം ആരാധന. വിവാഹ പരസ്യങ്ങൾ. ഈ ഇടവക റോസ് വില്ലയിൽ ജോർജ് വാൾട്ടർ ഡിക്കോത്തോയുടെയും മാക്സി ഡിക്കോത്തോയുടെയും മകൾ ലിവാന ഡിക്കോത്തോ, കൊച്ചിരുപത സെൻറ് തോമസ് ചർച്ച് ഇടവക ആൽബർട്ട് കൊറിയയുടെയും ഷാരോൺ കൊറിയയുടെയും മകൻ കെവിൻ ജോസഫ് കൊറിയ. ഈ ഇടവക കുരിശിങ്കൽ റൈനോൾഡിൻ്റെയും ലീല റൈനോൾഡിൻ്റെയും മകൻ ലോയിഡ് റൈനോൾഡ്, ആലപ്പുഴ സെൻറ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവക പുന്നമ്പരിക്കൽ പീറ്ററിൻ്റെയും കരോളിൻ പീറ്ററിൻ്റെയും മകൾ നേഹ തെരേസ പീറ്റർ. ഈ ഇടവക ആറാട്ടുകുളങ്ങര ജോളിയുടെയും സ്മിതയുടെയും മകൻ സിജോ, വരാപ്പുഴ അതിരൂപത സെൻറ് സെബാസ്റ്റ്യൻ ചർച്ച് കുരിത്തറ ജോയിയുടെയും ലിസിയുടെയും മകൾ മിൽന. ഈ ഇടവക കുരിശുകൾ മാത്യു ഡിക്സന്റെയും ലിസി സോഫിയുടെയും മകൾ ഇസബല്ല ഡിക്സനും, കല്യാൺ രൂപത നാഷിക് സെൻറ് ജോസഫ് ചർച്ച് ഇടവക ജോസിൻ്റെയും റോസിയുടെ മകൻ ജോൺസൺ ജോസ്. ഈ ഇടവക അത്തിപ്പൊഴി ജാക്സന്റെയും സെൽവിയുടെയും മകൻ ജയറോഷ്, കൊച്ചിരൂപത സാന്തക്രൂസ് ബസലിക്ക നടുവിലപ്പറമ്പിൽ രഞ്ജിത്ത് ആന്റണിയുടെയും മേരി സൈമണിൻ്റെയും മകൾ ശ്വേത ട്രീസ ആന്റണി. ഈ ഇടവക അത്തിപ്പൊഴി ആന്റണി ജോസഫിൻ്റെയും റൂബി ആന്റണിയുടെയും മകൾ അമിയ എലിസബത്ത് ആന്റണി, കൊച്ചിരൂപത സെൻറ് തോമസ് അപ്പസ്തോലൻ ചർച്ച് മുല്ലയ്ക്കൽ തോമസിൻ്റെയും ജെസി തോമസിൻ്റെയും മകൻ ടൈസൺ തോമസ്. ഈ ഇടവക അത്തിപ്പൊഴി ജോസഫിൻ്റെയും മേരി മാർഗരറ്റിൻ്റെയും മകൾ ലില്ലി നൈസ്, കൊച്ചിരൂപത ചെല്ലാനം സെൻറ് സെബാസ്റ്റ്യൻ ചർച്ച് വടക്കേമുറി സെൻറ് സെബാസ്റ്റ്യൻ്റെയും ലീലാമ്മയുടെയും മകൾ ഈശി ഷെഫിൻ. ഇവർ നമ്മൾ വിവാഹം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. Misericordia
en principio, et nunc et semper, et in saecula saeculorum. Amen. ഏതാനും അറിയിപ്പുകൾ. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്തോത്ര കാഴ്ച 19,401 രൂപ. മൂന്നാം യൂണിറ്റിൻ്റെ കാഴ്ചവയ്പ് 1,850 രൂപ. മേരി അഗസ്റ്റിൻ 7ാം ദിനാചരണം കാഴ്ചവയ്പ് 500 രൂപ. ജോയി ചെറിയ പറമ്പിൽ 30ാം ദിനാചരണം കാഴ്ചവയ്പ് 700 രൂപ. പച്ചക്കറി ലേലത്തിൽ നിന്ന് ലഭിച്ചത് 1,290 രൂപ. ഡഗ്ലസ് റോഡ്രിക്സ് ദേവാലയ സംഭാവന 5,000 രൂപ. ഇന്നത്തെ ദ്വീപലിക്ക് നേതൃത്വം നൽകിയത് 4ാം കുടുംബ യൂണിറ്റാണ്. കുടുംബ യൂണിറ്റിൻ്റെ ഭാരവാഹികളെയും എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകം നന്ദി പറയുകയും അഭിനന്ദിക്കുകയും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മളെ ക്രിസ്മസ് പ്രമാണിച്ച് നമുക്ക് 3 കുർബാന ഉണ്ടായിരിക്കും. 24-ാം തീയതി രാത്രി 11:30-ക്കും, 25-ാം തീയതി രാവിലെ 7 മണിക്കും 9 മണിക്കും. അതുകൊണ്ട് എല്ലാവരും ഒരു കുർബാനയിൽ തന്നെ തടിച്ചുകൂടണമെന്ന് വരില്ല. 3 കുർബാനയ്ക്കായിട്ട് എത്താം. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. രാത്രിയിലെ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത് പള്ളി കമ്മിറ്റി അംഗങ്ങളും ഓരോ കുടുംബ യൂണിറ്റിലെ ഓരോ പ്രതിനിധിയും ചേർന്ന് ആയിരിക്കും. ഓരോ കുർബാനയ്ക്കും ശേഷം നമ്മൾ ക്രിസ്മസ് കേക്ക് വിതരണം നടത്തുന്നതാണ്. കൂടാതെ 28 കുടുംബ യൂണിറ്റുകളുടെയും പേരിലുള്ള 28 നക്ഷത്രങ്ങൾ നമ്മൾ ഫ്രണ്ടിൽ പ്രകാശിപ്പിക്കുന്നതാണ്. ഈ ഓരോ യൂണിറ്റിൻ്റെയും കേക്കിന് സ്റ്റാറിന് വേണ്ടി 500 രൂപയാണ് ഏൽപ്പിക്കാൻ BCC ഭാരവാഹികളുടെ മീറ്റിങ്ങിൽ പറഞ്ഞത്. അതനുസരിച്ച് കുടുംബ യൂണിറ്റുകൾ 500 രൂപ വീതം ഏൽപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് കുമ്പസാരം ദിവസങ്ങളിലൊക്കെ കുർബാനയ്ക്ക് ശേഷം ഒത്തിരി പേര് കുമ്പസാരിക്കുന്നുണ്ട്, നല്ലതാണ്. 21, 22 തിങ്കളും ചൊവ്വായും ഈ ദിവസങ്ങളിൽ മുഴുവൻ സമയം രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾക്ക് ഏത് സമയത്തും കുമ്പസാരിക്കാൻ വരാം. ഞാനിവിടെ ഉണ്ടാവും, മോൺസിഞ്ഞോർ ഉണ്ടാവും, മറ്റൊരു അച്ഛൻ കൂടി ഉണ്ടാവും. അതുകൊണ്ട് ക്രിസ്മസിന് നമ്മളെല്ലാവരും കുമ്പസാരിച്ചിരിക്കും. കൊറോണ പ്രമാണിച്ച് പലരും കുമ്പസാരിക്കാതെ ഇരിപ്പാണ്. അതൊക്കെ നമുക്ക് നിർത്തി എല്ലാവരും കുമ്പസാരിച്ച് ഈശോയെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുക. അതാണ് ക്രിസ്മസ്, അതാണ് യഥാർത്ഥ ക്രിസ്മസ്. അപ്പം അതുകൊണ്ട് കുഞ്ഞുങ്ങളോടും കുട്ടികളോടും ഒക്കെ വന്ന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാനായിട്ട് പ്രത്യേകം പറയുക. ഇന്നത്തെ മീറ്റിങ്ങുകൾ ഇന്ന് രാവിലെ 11 മണിക്ക് വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടാകും. അതിൽ അംഗങ്ങൾ വന്നെത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് ഗുഡ് സമരിറ്റൻ ചാരിറ്റി ഫൗണ്ടേഷൻ്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ്, ജനറൽ ബോഡി അല്ല, 12 അംഗങ്ങളുള്ള എക്സിക്യൂട്ടീവിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും ഉച്ചകഴിഞ്ഞ് 4 മണിക്ക്. വൈകുന്നേരം 6 മണിക്ക് നമ്മൾ മദ്യ ലഹരിക്കെതിരെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പിനെ സംഘടിപ്പിക്കുകയാണ്. ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു, 5-8 പേര് വന്നു. കൂടുതൽ താല്പര്യമുള്ളവർ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് എത്തിച്ചേരണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ആരോഗ്യമാതാ ജപമാല ഗ്രൂപ്പ് നമ്മുടെ ജോസഫ് ബ്രദർ നയിക്കുന്ന അവരുടെ ക്രിസ്മസ് ആഘോഷം 22-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അന്ന് രാവിലെ 11 മണിക്കും 1 മണിക്കും ഇടയ്ക്ക് ക്രിസ്മസ് കിറ്റ് വിതരണമുണ്ട്. അതിനായിട്ട് ചീട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചീട്ട് ലഭിച്ചവർ ചൊവ്വാഴ്ച 11 മണിക്കും 1 മണിക്കും ഇടയ്ക്കായിട്ട് വന്ന് അത് സ്വീകരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഫോർട്ട് കൊച്ചി സെൻറ്റ് മേരീസ് സ്കൂളിൽ LKG അഡ്മിഷനുള്ള ആപ്ലിക്കേഷൻ ഫോംസ് ജനുവരി 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ രാവിലെ കൊടുക്കുന്നതാണ്. അപ്പം അത് വേണ്ടവർ ആ ദിവസങ്ങളിൽ തന്നെ വാങ്ങുക. നമുക്കറിയാം അവിടെ പല പല സമുദായങ്ങൾ ഉള്ളതുകൊണ്ട് പലപ്പോഴും നമ്മൾ താമസിച്ച് ചെല്ലുകയും അഡ്മിഷൻ കിട്ടാതെ വരുന്ന അവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് അഡ്മിഷൻ വേണ്ടവർ 4-ാം തീയതിക്ക് 8-ാം തീയതിക്ക് ഉള്ളിൽ തന്നെ ഫോംസ് വാങ്ങിച്ച് പൂരിപ്പിച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരു കുഞ്ഞിൻ്റെ ഒരു സ്വർണ്ണ അരഞ്ഞാണം ഇവിടെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ഏൽപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സമാപന പ്രാർത്ഥനയ്ക്കായിട്ട്
എഴുന്നേൽക്കാം. സർവശക്തനായ ദൈവമേ, നിത്യരക്ഷയുടെ അച്ചാരം സ്വീകരിച്ച ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷാകര തിരുനാളിൻ്റെ മഹാദിനം ആസന്നമാകും തോറും അങ്ങേ പുത്രൻ്റെ ജനനത്തിൻ്റെ രഹസ്യം യോഗ്യതയോടെ ആഘോഷിക്കാനുള്ള ഭക്തി തീക്ഷ്ണതയിൽ ഞങ്ങൾ മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്മ മാമരിയേ, നിർമ്മലയായ കന്യകേ, മംഗളദായിനി സ്വർഗരാജ്ഞി, കൈകൂപ്പി വണങ്ങിടുന്നു നിന്നാമം വാഴ്ത്തിടുന്നു. ആവേ ജന്മം നൽകിയ മഹിതേ, സ്വർഗീയ സൂനുവാമീശുവിന് ജന്മം നൽകിയ മഹിതേ, ധന്യമനോഹരി മരിയേ, ചൊരിയേണമേ ചൊരിയേണമേ. നന്മ നിറഞ്ഞ മാമരിയേ, നിർമ്മലയായ കന്യകേ, മംഗളദായിനി സ്വർഗരാജ്ഞി, കൈകൂപ്പി വണങ്ങിടുന്നു